മനസ്സ് എന്നാൽ ആന്തരിക ഹൃദയം, മൈൻഡ് അഥവാ ആത്മാവ് എന്നാണ്. ദൈവ മനസ്സും മനുഷ്യ മനസ്സും എന്നുണ്ട്. ലൂക്കോസ് 5:13 ഒരു കുഷ്ഠരോഗി യേശുവിൻ്റെ അടുക്കൽ വന്ന് അവനോട് പറയുന്നു, നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ സൗഖ്യമാക്കുവാൻ കഴിയും എന്ന്. യേശു പറയുന്നു, എനിക്ക് മനസ്സുണ്ട്, ശുദ്ധമാകാം. അവൻ ശുദ്ധനായി. തകർന്നിരിക്കുന്ന മനസ്സിനെ ദൈവം നിരസിക്കയില്ല എന്ന് സങ്കീർത്തനം 51:17 പറയുന്നു. ദൈവമേ, എൻ്റെ മനസ്സുറച്ചിരിക്കുന്നു, ഞാൻ പാടും, കീർത്തനം ചെയ്യുമെന്ന് സങ്കീർത്തനം 57:7 പറയുന്നു. എന്നാൽ ഇരുമനസ്സുള്ളവരെ ഞാൻ വെറുക്കുന്നു എന്ന് സങ്കീർത്തനം 119:113 പറയുന്നു. കർത്താവിൻ്റെ മനസ്സ് അറിഞ്ഞവൻ ആർ? മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുവീൻ എന്ന് റോമർ 11:12 അധ്യായത്തിൽ നാം വായിക്കുന്നു. ഒരു മനസ്സോടെ കുടുംബമായും കൂട്ടായ്മകളായും ദൈവത്തിങ്കിലേക്ക് വരുമ്പോൾ അവൻ കൃപയും ആശ്വാസവും തന്നിടും. ഒരു മനസ്സോടെ നമ്മൾ തിരുസന്നിധാനത്തിൽ എന്ന് പാടാം. ഒരു മനസ്സോടെ നമ്മൾ തിരുസന്നിധാനമതിൽ ചേരുന്ന നേരമെല്ലാം വരുന്നതൻ വാഗ്ദത്തം പോ. ഒരു മനസ്സോടെ നമ്മൾ തിരുസന്നിധാനമതിൽ ചേരുന്ന നേരമെല്ലാം വരുന്നതൻ വാഗ്ദത്തം പോ. ചെവിചാച്ചു കേൾക്കുമവൻ ഏകിടും സാധനങ്ങൾ ആശ്വാസദായകന്താ. ഏകിടും സാധനങ്ങൾ ആശ്വാസദായകന്താ. ഒരു മനസ്സോടെ നമ്മൾ തിരുസന്നിധാനമതിൽ ചേരുന്ന നേരമെല്ലാം വരുന്നതൻ വാഗ്ദത്തം പോ. കരയുന്ന കണ്ണുകളെ കനിവോടെ കാണുമവൻ കരം നീട്ടി തുടച്ചിടുമേ. കൃപയേറും നാഥനവൻ. ഒരു മനസ്സോ